ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകലഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിലനിന്ന രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ
ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വേണ്ടിയുടെ പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ വയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതുജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് നമ്മുടെ കുറവുകളെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും അനുതാപ ഹൃദയത്തോടും വിനയത്തോടും ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ യാചിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളെല്ലാവർക്കും ഞാൻ പ്രാർത്ഥനത്രേ നടന്നിരിക്കുന്നത് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു സകലപാപങ്ങളോട് ക്ഷമിക്കണമേ. നിർവശുദ്ധാത്മാവിനായ മനസ്സാക്ഷികളെ ഉയർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ പ്രാർത്ഥന നൽകണമേ. അങ്ങയുടെ നാമത്തിനായി ജീവനത്തിലും മേലാകെ സേവിക്കുവാൻ സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളേക്കെതിരെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിന് പിൻപ് 18-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. വയോജന ഞായർ മുതിർന്നവരുടെ പരിജ്ഞാനം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിനും സാക്ഷ്യത്തിനും മാതൃകയായി മുതിർന്നവരെ ബഹുമാനിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ജീവിതത്തിലും ശുശ്രൂഷയിലും കുറ്റമില്ലാത്തവരായി നിന്റെ വഴിയിൽ നടന്ന സക്രിയ പുരോഹിതനെ പോലെയുള്ളവരുടെ സമർപ്പണത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാനും അതിനായ മുതിർന്നവർ നടന്ന വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രായമായവരെ ബഹുമാനിക്കുവാനും അവരുടെ അനുഭവജ്ഞാനത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 92-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനം 92 വാക്യം പ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ലുകൊണ്ട് മുളയ്ക്കുന്നതും നീതിയോടെ പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതിയോടെ പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ചും കേട്ട് രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സുവിശേഷം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 7 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂർ സക്രിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബേത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നവരുമായിരുന്നു. എലിസബേത്ത് മച്ചിയായകൊണ്ട് അവൾക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സി എന്നവരും ആയിരുന്നു. ഇത് കർത്താവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തലള ഉണക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ കർത്താവയുടെ വചനത്തെ ധ്യാനിക്കുവാനായി അടിയങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ
അങ്ങയുടെ പരിശുദ്ധ വചനത്താൽ കർത്താവെ അവിടെ ഞങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയുടെ വചനത്തിൻ്റെ തണലിലായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണം. യേശുവിൻ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ഇടപെടുവാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുദിനം ജീവിപ്പാനും സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് വയോജന ഞായറാഴ്ചയായിട്ടാണ്. വയോജന ഞായറാഴ്ചയിൽ നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുകയും സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കുവഹിക്കുകയും ചെയ്തതായിട്ടുള്ള എല്ലാ മുതിർന്നവരായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരെയും മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ഈ മാസത്തെ ഇടവക ദൂതനിൽ പ്രത്യേകമായിട്ട് അവരെ ഓർക്കുകയും അവർ സഭയ്ക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള ശുശ്രൂഷകളെയും അവർ നൽകിയതായിട്ടുള്ള നേതൃത്വത്തെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും അതിനെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു അവസരമായിരുന്നു എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകമായി നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അടിസ്ഥാനമിട്ടതായിട്ടുള്ള അനുഭവങ്ങളുടെ മേലാണ് ഇന്നുള്ള തലമുറകൾ സഭയെ വളർത്തുന്നതും സഭയെ നയിക്കുന്നതും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മാതാപിതാക്കൾ അവർ സഭയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും അവർക്കുള്ളതിൻ്റെ നല്ലൊരു പങ്ക് ദേവാലയത്തിന് വേണ്ടി കൊടുക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ നല്ല പങ്ക് ദേവാലയത്തിൽ സഭയോട് ചേർന്ന് ചിലവഴിക്കുകയും അവർ ഒഴുക്കിയതായിട്ടുള്ള വേർപ്പിൻ്റെ അനുഭവമാണ് ഇന്നുള്ള തലമുറ അല്ലെങ്കിൽ ഇന്ന് ഈ കാലങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്നവർ അതിൻ്റെ മുകളിലാണ് ഇത് പടുത്തുയർത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം നന്ദിയോടെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അവർ സഭയ്ക്ക് ഈ സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഒക്കെ ചെയ്തതായിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വയോജന ഞായർ എന്നുള്ള അനുഭവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മുതിർന്നവരുടെ പരിജ്ഞാനത്തെക്കുറിച്ചാണ് ദൈവവചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാധാരമായിട്ടുള്ള വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും 2 തിമോത്തിയോസ് 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും ഇപ്പോൾ നാം വായിച്ചതായിട്ടുള്ള 92-ാം സങ്കീർത്തനവും ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുമാവും. ഈ വേദഭാഗങ്ങളിലെല്ലാം വേദപുസ്തകത്തിലെ മുതിർന്നവരായ പ്രിയപ്പെട്ടവർ കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം പാഠമായ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാം തൻ്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടുന്ന ചില ക്രമീകരണങ്ങളെ ചെയ്തതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്നും നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി അവൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ തൻ്റെ ദാസനോട് പറയുകയാണ്, ഞാനിപ്പോൾ വസിക്കുന്നതായിട്ടുള്ള കനാന്യരുടെ ഇടയിൽ നിന്നല്ല എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ എടുക്കേണ്ടത്, എൻ്റെ സ്വന്തം ദേശത്തേക്കും എൻ്റെ സ്വന്തം ചാർച്ചക്കാരുടെയും ഇടയിൽ നിന്ന് എൻ്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നതായിട്ടുള്ള അബ്രഹാമിനെയാണ് നമ്മളിവിടെ കാണുന്നത്.
അതുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നതായിട്ടുള്ള, തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് വളരെ ഉത്കണ്ഠയോടുകൂടെ കരുതുന്നതായിട്ടുള്ള ഒരു പിതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഏത് ദേശത്ത് പോയി ജീവിച്ചാലും, ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ മൂലം ഞാൻ ഏത് ദേശത്ത് പോയി ജീവിച്ചാലും, എൻ്റെ തലമുറകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ തലമുറകൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടി തൻ്റെ സമൂഹത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ തൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവഭയമുള്ള, ദൈവത്തെ അറിയുന്നതായിട്ടുള്ള ഒരു തലമുറ ഉണ്ടാകണമെന്നുള്ള ബോധ്യത്തോടുകൂടെ, ചിന്തയോടുകൂടെ തൻ്റെ ദാസനെ അവിടേക്ക് അയക്കുന്നതായിട്ടുള്ള അബ്രഹാമിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും, ഇല്ലേ? നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവർ എഞ്ചിനീയർ ആകണം, അവർ ഡോക്ടർ ആകണം, അവർക്ക് ജീവിതത്തിൽ സമ്പത്തുണ്ടാകണം, അവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, ആഗ്രഹിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആശിക്കും. പക്ഷേ ഇവിടെ മറ്റൊരു വാക്കാണ് എന്നോട് ചേർത്ത് പറയുവാനായിട്ടുള്ളത്. നമുക്ക് വേണ്ടുന്നത് എക്സ്പെക്റ്റേഷൻ അല്ല, ബട്ട് വി നീഡ് കൺസേൺ. ഇറ്റ് ഈസ് നോട്ട് ദി എക്സ്പെക്റ്റേഷൻ ബട്ട് ദി കൺസേൺ. അബ്രഹാമിൽ കാണുന്ന ഈ ഒരു കൺസേൺ ആണ്, ഒരു എക്സ്പെക്റ്റേഷൻ അല്ല, ഒരാശയോ ആഗ്രഹവും അല്ല, മറിച്ച് ഹി ഹാസ് എ കൺസേൺ ഫോർ ഹിസ് സൺ. തൻ്റെ മകനെക്കുറിച്ച് അല്ലെങ്കിൽ വരുവാനുള്ള തലമുറയെക്കുറിച്ച് ഒരു കൺസേൺ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മഭാരമോ ഒരു ചിന്തയോ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തൻ്റെ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി, വരുവാനുള്ള തലമുറകൾക്ക് വേണ്ടി, അവരുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് ദൈവഭയമുള്ള, ദൈവത്തെ അറിയുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുവാനായിട്ട് തൻ്റെ ദാസനെ അയക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത് ഈ ഒരു വലിയ കൺസേണാണ്. ഒരുപക്ഷെ അതിൻ്റെ ഫോക്കസൊക്കെ ഈ കാലഘട്ടത്തിൽ മാറിപ്പോയെങ്കിൽ, എഞ്ചിനീയറായ എൻ്റെ മകൾക്ക് എഞ്ചിനീയറായ ഒരു ഡോക്ടർ, എഞ്ചിനീയറായിട്ടുള്ളൊരു മകൻ ഒരു ഭർത്താവ് വേണമെന്നോ, ഡോക്ടറായ എൻ്റെ മകൾക്ക് ഡോക്ടറായിട്ടുള്ളൊരു ഭർത്താവ് വേണമെന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ ചിന്തിച്ചത് മറ്റൊരു തലത്തിലായിരുന്നു. ദേ ഹാവ് എ റിയൽ കൺസേൺ ഫോർ ദർ ചിൽഡ്രൻ. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി യഥാർത്ഥമായിട്ടുള്ളൊരു ആത്മഭാരമുണ്ടായിരുന്നു. അവർ ചിന്തിച്ചത് ദൈവത്തെ അറിയുന്ന, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന, ദൈവ ഭയമുള്ളതായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ വേണമെന്നാണ് ഒരുപക്ഷെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചിന്തിച്ചത്. അതുകൊണ്ട് നല്ല ഒരു തലമുറയെ കുറേ കാലത്തേക്ക് നിലനിർത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെതായ അനുഭവം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദി എക്സ്പെക്റ്റേഷൻ, ഓർ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദി കൺസേൺ. വരുവാനുള്ള തലമുറയെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മുതിർന്നവരുടേതായിട്ടുള്ള പരിജ്ഞാനവും അവർക്ക് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കുവാനായിട്ട് അവരെ സഹായിച്ചത് എന്നുള്ളതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. അതുകൊണ്ട് ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ, ജീവിതത്തിലെ മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പിതാവെന്ന വ്യക്തി എന്ന നിലയിൽ തൻ്റെ മകന് വേണ്ടി മാത്രമല്ല, വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി തന്നെ ഒരു കൺസേൺ അദ്ദേഹത്തിന്, ഇവിടെ അബ്രഹാമിന് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യം. 3 ചിന്തകളാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. അതിലൊന്നാമത്തെ ചിന്ത, ഈ അബ്രഹാമിൻ്റേതായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവം നമുക്കുമുണ്ടോ? നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ, ഇങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനോടുകൂടെ നമ്മുടെ തലമുറകളെ വളർത്തുകയാണ്. അതൊരു കൺസേൺ, വരുവാനുള്ള തലമുറയെക്കുറിച്ചും, മക്കളെക്കുറിച്ചും, കൊച്ചുമക്കളെക്കുറിച്ചും, വരുവാനുള്ള തലമുറകളെക്കുറിച്ചുമുള്ള ഒരു കൺസേൺ, ഒരു ആത്മഭാരം അബ്രഹാമിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം, നമ്മുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബ്യാക്കൂരിൽ സക്രിയാവ് എന്ന പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രന്മാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവരും വളരെ വയസ്സ് ചെന്നവരായിരുന്നു എന്നുള്ളതാണ് ഈ 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവം, ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രയാസം
പ്രതിസന്ധി എന്ന് പറയുന്നത്, അവർ ദീർഘനാളുകളായി ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു, പക്ഷേ അവർക്ക് മക്കളില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് ഒരു വലിയ പ്രയാസം, ഒരു പ്രതിസന്ധിയാണ് അവരുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നത്. അവർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരും ദൈവത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ എടുത്തു കാണേണ്ടുന്ന ഒരനുഭവമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ദേ ആർ ലോയൽ ടു ഗോഡ്. ദൈവത്തോട് അവർ നീതിയുള്ളവരായി നിലനിന്നിരുന്നു. ഒരുപക്ഷെ പിറുപിറുക്കുന്ന അനുഭവമല്ല. ഞാൻ ഇത്രയും കാലം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു മകനെ കാണുവാൻ, ഒരു മകളെ കാണുവാൻ, എനിക്കൊരു തലമുറ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സക്രിയാവിനെയും എലിസബത്തിനെയും അല്ല നമ്മളവിടെ കാണുന്നത്. ബട്ട് ദി ആർ ലോയൽ ടു ഗോഡ്. അവർ ദൈവത്തോട് നീതിയുള്ളവരായി തീർന്നിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർക്കൊരു പ്രത്യാശയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ, അസാധ്യതകളുടെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷകനെ അല്ല നമ്മളിവിടെ കാണുന്നത്. ദീർഘനാളുകൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത പൗരോഹിത്യ പാരമ്പര്യമുള്ളതായിട്ടുള്ള അനുഭവത്തിൽ ജീവിച്ചതായിട്ടുള്ള സക്രിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്ന അനുഭവമല്ല, മറിച്ച് they have a hope. അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ അനുഗ്രഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, they are loyal to God. അവർ ദൈവത്തോട് വിധേയത്വമുള്ളവരായി ജീവിച്ചു എന്നുള്ളതാണ്. അവർ ദൈവത്തോട് വിധേയത്വമുള്ളവരായി ജീവിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവർ ദൈവത്തോട് വളരെ വിധേയപ്പെട്ട് ജീവിച്ചതായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു. അവർക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒന്നുമില്ലാതിരുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ടായിരുന്നു. മക്കളെ പഠിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതകളില്ലാത്ത അവസ്ഥകളുണ്ടായിരുന്നു. ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ബട്ട് ദേ ആർ ലോയൽ ടു ഗോഡ്. പക്ഷേ അവർ ദൈവത്തോട് വിധേയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും, എല്ലാ ഇല്ലായ്മകളുടെ നടുവിലും അവർ ദൈവത്തോട് വിധേയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും ഒരു ചെറിയ ദേവാലയമായി, ഒരുപക്ഷെ ഓല മേഞ്ഞതായിട്ടുള്ള ഒരു ദേവാലയത്തിൻ്റെ അനുഭവത്തിൽ ഈ ദേവാലയം ആരംഭിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തോട് വിധേയപ്പെട്ടുകൊണ്ട് അവർ ഇല്ലായ്മകളുടെ നടുവിലും അവരുടെ പ്രതിസന്ധികളുടെ നടുവിലും ആലയത്തിന് വേണ്ടി കൊടുക്കുവാനും, ആലയത്തിന് വേണ്ടി നിൽക്കുവാനും, ആലയത്തിന് വേണ്ടി അധ്വാനിപ്പാനും ഇടയാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള ദേവാലയത്തിൽ ഞാനും നിങ്ങളും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് നമ്മുടെ മുതിർന്നവരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ വലിയ ജീവിതത്തിൻ്റെ മറ്റൊരു വലിയ അനുഭവം എന്ന് പറയുന്നത് ദേ ആർ ലോയൽ ടു ഗോഡ്. അവർ ദൈവത്തോട് വിധേയത്വമുള്ളവരായി, വിധേയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. ഇന്നുള്ള തലമുറയ്ക്ക് നമുക്ക് കൊടുക്കുവാനുള്ളതും അതുതന്നെയാണ്. ഒരു വിധേയത്വമുള്ള ഒരു തലമുറയുടെ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ യുവതലമുറകളിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ഇനിയും വരുവാനുള്ള തലമുറയെക്കുറിച്ച് പരാതിയും പരിഭവവും പറയുന്നവരാണ്. പക്ഷേ നമ്മളെത്രത്തോളം ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെത്രത്തോളം ജീവിക്കുന്നവനായിട്ടുള്ള ദൈവത്തെ നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയുടെ നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് എലിസബത്തിനെ, സക്രിയാവിനെ പോലെ വിധേയത്വമുള്ളവരായി എല്ലാ ഇല്ലായ്മകളുടെ നടുവിലും, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതിൻ്റെ നടുവിലും ദൈവത്തോട് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ വളരെ വിശ്വസ്തരായി ശുശ്രൂഷ ചെയ്തവരെ പോലെ ആയിരിക്കാൻ നമുക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് തിമോത്തിയോസാണ്. തിമോത്തിയോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും നമ്മൾ ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ 8-ാം വാക്യത്തിലൂടെ പറയുന്നു, 5-ാം വാക്യത്തിൽ ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യം, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ തലമുറകളിലൂടെ കടന്നു വരുന്നതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം വല്യമ്മയിലൂടെയും അമ്മയിലൂടെ ഒക്കെയും പകരപ്പെട്ട്
നിന്നിലും അതുണ്ട് എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെതായ അനുഭവം. പ്രിയമുള്ളവരെ, നമ്മെ ഇന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സഹായിക്കുന്നതിൻ്റെ വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ്. നമ്മളെ വളർത്തിയതായിട്ടുള്ള നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും അവരുടെ വിശ്വാസത്തിൻ്റെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഇന്നും അല്പമെങ്കിലും വിശ്വാസത്തോടെയെങ്കിലും ഇന്നും ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ അനുഭവം ഇന്നിൻ്റെ ഈ തലമുറയിൽ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ വരുന്ന തലമുറയിൽ കാണുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ്. ഇവിടെ തിമത്തിയോസിൻ്റെ വല്യമ്മയിലും അമ്മയിലും ഒക്കെ കണ്ട വിശ്വാസത്തിൻ്റെതായ അനുഭവം അവനിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള പൗലോസ് ഒരുപക്ഷെ ആ അനുഭവം ഇവിടെ തിമത്തിയോസിലുണ്ട് എന്ന് പിന്നീടുള്ള തിമത്തിയോസിൻ്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ അമ്മയിലും വല്യമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അനുഭവത്തെ തുടർന്നു കൊണ്ട് പോകുവാൻ കഴിഞ്ഞതായിട്ടുള്ളൊരു കൊച്ചുമകൻ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ തലമുറകളെ, മുതിർന്നവരായി നാം നമ്മുടെ തലമുറകളെ വളർത്തുമ്പോൾ നമ്മിലുള്ള ഈ വിശ്വാസത്തിൻ്റെ അനുഭവത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണക്കാർ ഇപ്പോഴുള്ള വളർന്നു വരുന്ന തലമുറയല്ല. അതിന് കാരണക്കാർ ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള മുതിർന്നവരായ ഞാനും നിങ്ങളുമൊക്കെ ആണ് എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ അനുഭവത്തെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതിനെ കാലാകാലങ്ങളിൽ തൻ്റെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ഒക്കെ പകർന്നു കൊടുത്തു. അതുകൊണ്ട് അവർ ദൈവത്തോട് വിശ്വാസമുള്ളവരായി, ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. നമ്മൾ എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്കിത് പകർന്നു കൊടുക്കുന്നുണ്ട്, മാതൃകയുള്ളവരായി തീരുന്നുണ്ട്, ഈ വല്യമ്മയെയും അമ്മയെയും പോലെ വിശ്വാസത്തിൻ്റെ മാതൃകയുള്ളവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. എത്രത്തോളം മാതൃകയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരു ചെറിയ കഥ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും ഒരു മകനും ഈ അപ്പൻ്റെ പിതാവും വസിക്കുന്നതായിട്ടുള്ളൊരു ഭവനം എന്ന് പറഞ്ഞാൽ ഒരു വല്യപ്പച്ചനും അപ്പനും അമ്മയും ഒരു കൊച്ചുമകനും ജീവിക്കുന്നതായിട്ടുള്ള ഒരു ഭവനത്തെക്കുറിച്ചാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ദീർഘനാളുകൾ ഈ വല്യപ്പച്ചൻ വളരെ ക്ഷീണതയോടെ കഴിഞ്ഞതായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ വല്യപ്പച്ചന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് അവിടെ പൊട്ടുന്നതായിട്ടുള്ള പാത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പലപ്പോഴും ഈ ക്ഷീണതയുടെ പ്രയാസത്തിൻ്റെ നടുവിൽ ഭക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള ഈ പാത്രം താഴെ വീണ് ഉടഞ്ഞു പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് അവിടെ മകനും മരുമകളും കണ്ടെത്തിയതായിട്ടുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് തടിയിലൊരു പാത്രം തീർത്ത് ഈ പിതാവിന് ഇനി അതിൽ ഭക്ഷണം കൊടുത്താൽ മതി, അതാകുമ്പോൾ പാത്രങ്ങൾ ഉടഞ്ഞു പോകുകയില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടെ തടിയിലൊരു പാത്രം തീർത്ത് പിന്നീട് ആ പാത്രം ആ പിതാവിൻ്റെ ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ആ കഥയിൽ പറയുന്നുണ്ട്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പിതാവ് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ പിതാവ് ഉപയോഗിച്ചതായിട്ടുള്ള പല സാധനങ്ങളും ഇനി അവരുടെ ഭവനത്തിനുള്ളിൽ വേണ്ട, ഇതിനി ഇവിടെ വെച്ച് ഈ സ്ഥലം മെനക്കെടുത്തേണ്ട എന്നുള്ള ചിന്തയോടുകൂടെ പലതും പുറത്തേക്ക് എറിയുകയും അല്ലെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയോ ഒക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ ഈ പാത്രവും എടുത്ത് ഇനി ആവശ്യമില്ലല്ലോ എന്നെടുത്ത് ഓർത്തുകൊണ്ട് ഇതെടുത്ത് വീടിൻ്റെ മറ്റൊരു മൂലയിലേക്ക് ഇത് മാറ്റി. ഒരു പ്രഭാതത്തിൽ ഈ മകനെ തിരക്കി മാതാവും പിതാവും നടക്കുകയാണ്. കാരണം മകനെ കാണുന്നില്ല, പക്ഷെ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ മാതാവും പിതാവും ഈ മകനെ തിരഞ്ഞുകൊണ്ട് വീടിൻ്റെ ഒരു മൂലയിലേക്ക് ചെന്നപ്പോൾ ഈ തടിയുടെ പാത്രം എടുത്ത് ഈ മകൻ വൃത്തിയാക്കുകയാണ്. അത് വൃത്തിയാക്കി ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, എന്തിനാണ് അപ്പച്ചൻ മരിച്ചു പോയില്ലേ, ഇനി എന്തിനാണ് നീ ഈ പാത്രം എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്, എന്താണ് നീ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞത്, പപ്പായും അമ്മയും ഇത് അപ്പച്ചനെ പോലെ പ്രായമായി തീരുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞി തരുവാനായിട്ട് ഞാൻ ഈ പാത്രം എടുത്ത് മാറ്റി വയ്ക്കുകയാണ് എന്ന് ഈ കൊച്ചുമകന് പറയുന്നു. ഒരു പക്ഷേ സാങ്കല്പികമായിട്ടുള്ള കഥയായിരിക്കാം, ഒരു പക്ഷേ സംഭവിച്ചതുമായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ എന്ത് മാതൃകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കാട്ടിക്കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി എന്താണ് നാം മാറ്റിവെക്കുന്നത് എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ തൻ്റെ പിതാവും മാതാവും തൻ്റെ വല്യപ്പച്ചനോട് കാണിച്ചതായിട്ടുള്ള ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ അത് തുടരുവാനായിട്ട് ശ്രമിക്കുകയാണ് ഈ കൊച്ചുമകനും. ഒരു പക്ഷേ നമുക്കറിയാം, ദീർഘനാളുകൾ അധ്വാനിച്ച് മക്കളെയും
മക്കളെയൊക്കെ വളർത്തിയതായിട്ടുള്ള മാതാപിതാക്കൾ ഇന്ന് അഗതി മന്ദിരങ്ങളിലായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ കൊണ്ട് ഇനി നോക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താണ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ചെറിയ കഥയോടുകൂടി എൻ്റെ ചിന്തയെ അവസാനിപ്പിക്കുകയാണ്. നാം എന്താണ് മാതൃകയായി നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുവാനായി നമ്മൾക്ക് ഇന്ന് ജീവിക്കുന്നതായി നമുക്കുള്ളത് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഇല്ലായ്മയുടെ നടുവിൽ കുടുംബത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ അനുഗ്രഹങ്ങളും ഫലങ്ങളുമാണ് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഈ തിമോത്തിയോസിൻ്റെ വല്യമ്മയും അമ്മയും പകർന്നു കൊടുത്തതുപോലെ വിശ്വാസത്തിൻ്റെ അനുഭവത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇവിടെ അബ്രഹാം തൻ്റെ മകനു വേണ്ടി ഒരു ആത്മഭാരത്തോടുകൂടി അവൻ്റെ ഭാവിക്ക് വേണ്ടി കരുതുവാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നുള്ള ചിന്തയോട് ആത്മഭാരത്തോടുകൂടെ ഇന്ന് അബ്രഹാം ഈ ഒരു തീരുമാനം എടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവത്തിലുള്ള വിധേയത്വത്തിൻ്റെ അനുഭവം നമ്മളിലുണ്ടോ? അത് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ മാതൃകയുള്ളവരായി, ദൈവത്തോട് വിധേയത്വമുള്ളവരായി, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നുള്ള ആത്മഭാരത്തോടെ ജീവിക്കുന്നവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഇടവകയിലെ മുതിർന്നവരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ധന്യമായിട്ടുള്ള ജീവിതത്തെയും അവരുടെ ശുശ്രൂഷകളെയും അവർ സഭയ്ക്ക് നൽകിയതായിട്ടുള്ള എല്ലാ കൈത്താങ്ങലുകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവും ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകർക്കും വേദന പിതാവിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനലുകൾ ധരിച്ച് മനുഷ്യനായി തീർന്നു. പന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്നു. അഞ്ചുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകനും പറയച്ചനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ സ്ത്രീയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപബോധത്തിന്റെ ബപ്തിസ്മം അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിനും വരുവാണ് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ ഉണക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പകർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ വിധേയപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ പലപ്പോഴും ദൈവത്തെ മറന്നും ദൈവത്തോട് വിധേയപ്പെട്ടും വിശ്വാസത്തിൻ്റെ അനുഭവത്തിലും മാതൃകയുടെ അനുഭവത്തിലുമൊക്കെ ജീവിക്കുവാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് യാചിക്കാം. വന്നുപോയ കുറവുകളെയൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ പുതുക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് നാം അനുഭവിച്ച അനവധി നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. രോഗാവസ്ഥയിൽ സൗഖ്യം നൽകി ജീവിതത്തിൻ്റെ തകർച്ചകളുടെയും തളർച്ചകളുടെയും നടുവിൽ ദൈവം കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തി പ്രതിസന്ധിയുടെ നടുവിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവ വാഗ്ദാനം നൽകി നമ്മെ ബലപ്പെടുത്തിയ എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി കരയറ്റാം. എന്നാൽ പലപ്പോഴും ദൈവത്തെ മറന്നും ദൈവഹിതപ്രകാരമല്ലാതെയും ഒക്കെ
ജീവിച്ചതായ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അനേക കാര്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കുണ്ട്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നതായിട്ടുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റ് രോഗാവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ചികിത്സിപ്പാൻ പണമില്ലാതെയും ശുശ്രൂഷിപ്പാൻ ആരുമില്ലാതെയൊക്കെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആശുപത്രികളിൽ പോകുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റേതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് തന്നെ മാറുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ രാജ്യങ്ങളെയും എല്ലാ ദേശങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ കർത്താവെ ജനങ്ങളെ കർത്താവെ പോരടിക്കുന്ന അനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകുവാനിടയാകരുത്. ദൈവസ്നേഹത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യത്തെ കർത്താവെ അവിടുന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രതികൂലമായിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കും ഒരു ശാന്തതയും സമാധാനവും സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനിടയാകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഭവനങ്ങളുണ്ട്. മദ്യപാനത്തിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ഭവനങ്ങളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമുണ്ട്. അവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സഹായിപ്പാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്ന അനേക ഭവനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലും കർത്താവെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഭാരത്തോടെ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളിലായിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ എല്ലാ ഭവനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ മാതാപിതാക്കളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവർ സഭയ്ക്ക് നൽകിയ നല്ല നേതൃത്വത്തിനും ശുശ്രൂഷകൾക്കും ഒക്കെയായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവെ അവിടെ ഞങ്ങളോട് കൂടെയിരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് CSI സഭ അത് രൂപീകൃതമായതിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് സെപ്റ്റംബർ മാസം 27-ാം തീയതി പ്രവേശിക്കുമ്പോൾ ദൈവമേ, സഭ പുതിയ ദർശനത്തോടെ, ലക്ഷ്യത്തോടെ ഈ സമൂഹത്തിനു വേണ്ടി, വിശ്വാസ സമൂഹത്തിനു വേണ്ടി കർത്താവെ നിലകൊള്ളുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്നതായിട്ടുള്ള മോഡറേറ്റർ, മറ്റ് ബിഷപ്പുമാർ, എല്ലാ പട്ടത്ത ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സഭാ ശുശ്രൂഷകർ, മിഷണറിമാർ, മിഷൻ പ്രവർത്തകർ, സിസ്റ്റേഴ്സ്, സഭയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പുതിയ ദർശനത്തോടെ, പുതുക്കത്തോടുകൂടെ പ്രവർത്തിപ്പാനിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം മഹാടക നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമേനിയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും സിസ്റ്റേഴ്സിനെ എല്ലാം ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൺഫർമേഷൻ ഒരുങ്ങുന്നതായിട്ടുള്ള, സ്ഥിരീകരണത്തിന് ഒരുങ്ങുന്നതായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒക്ടോബർ മാസം 10-ാം തീയതി നടത്തപ്പെടുന്നതായിട്ടുള്ള സ്ഥിരീകരണ ശുശ്രൂഷയെ കർത്താവയോട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ ഞങ്ങളെല്ലാം ഒരുപോലെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ വിധമായ ശുശ്രൂഷകളായിരിക്കുന്നവരെല്ലാം ഓർക്കാം. സഭയെ കൊച്ചുമേ ഓർക്കാം. അവരുടെ ശുശ്രൂഷകൾ, ഏറ്റെടുത്തതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കർത്താവെ ഹോസ്പിറ്റലിലും പാലിയേറ്റീവ് കെയറിനും സഭയ്ക്കുമൊക്കെ അനുഗ്രഹമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന മോൻചാനെയും ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ ശുശ്രൂഷകളൊക്കെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് പ്രിയ കുഞ്ഞൻചാനെ ദൈവം വിടുവിച്ചതായിട്ടുള്ള വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാൻ. അല്പമായ പ്രയാസങ്ങൾ, ക്ഷീണതകളൊക്കെ ഉണ്ട്. ദൈവപൂർണ്ണ സൗഖ്യം നൽകി, ആശ്വാസം നൽകി, ബലം നൽകി പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാവരും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനിടയാകണം. വളർന്നു വരുന്നതായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളും യുവതലമുറയൊക്കെ ദൈവത്തോട് ചേർന്ന് വിശ്വാസമുള്ളവരായി, സമർപ്പണമുള്ളവരായി, ദൈവത്തോട് വിധേയത്വമുള്ളവരായി ജീവിപ്പാനിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ
സമർപ്പിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആലയത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമേ അടികളോട് ഇടപെടണമേ, സംസാരിക്കണമേ, ഞങ്ങളുടെ നീറുന്ന അനുഭവങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, സഭയുടെ, ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങ് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അങ്ങറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളത് മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നുമില്ല. എന്നാൽ ഞങ്ങൾ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെയും കൂടെ ഇന്ന് എന്നേക്കും കാലാവസ്ഥാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ദാനാർപ്പണത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സമാധാനത്തിൻ്റെയും നിരപ്പിൻ്റെയും അടയാളമായ കയ്യസൂരി നമുക്ക് അന്യോന്യം കൈമാറാം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനങ്ങളിൽ 456 കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 456 നമുക്ക് പാടാം. ഈ സമയത്ത് സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കാവുന്നതാണ്. Yeah.
നാം സമർപ്പിച്ച ദാനങ്ങളെ ദൈവമാകെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്കിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കി താഴെയുള്ള പ്രാർത്ഥന ചേർന്ന് ചൊല്ലാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്ന പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന അപ്പം വെറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവതന്മാരോടും പ്രധാന ദേവതന്മാരോടും സ്വർഗത്തിലെ സർവസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലി നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർത്തര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിക്കുവാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കും. താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ
വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോപണവും ഓർത്തുകൊണ്ട് അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ചു പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശീഹായൻ തലയാവുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ നിനക്ക് സകല ബഹുമാനമോത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. തിരുമേശയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുന്നതിന് മുൻപായി നമ്മെ തന്നെ ദൈവമുമ്പാകെ വിനയപ്പെടുത്തിക്കൊണ്ട് താഴ്ത്തിക്കൊണ്ട് താഴെയുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏറ്റുകൊള്ളാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ ബലികരണങ്ങളല്ലാതെ നാം നുറുക്കുന്നപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലോ. ജീവന്റെ പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം, സത്യാമൃതവള്ളിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം വിശ്വാസത്തോടെ തിരുമേശയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷവരെയും വിവാഹ വാർഷിക സ്തോത്രം ആചരിച്ചവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാനും നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. സർവ്വനന്മകളുടെയും ഉറവിടമാവുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു വർഷം കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കാത്തു സൂക്ഷിച്ച് അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവരുടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ അവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ ധാരാളമായ കൃപ ചൊരിയപ്പെട്ടതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു വർഷക്കാലം ദൈവം നിന്റെ മക്കളെ സുരക്ഷിതരായി കാത്തുസൂക്ഷിച്ചു. പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന് ഭവിച്ചപ്പോഴും ദൈവമേ, നിന്റെ സാന്നിധ്യം അവർക്കൊരു കോട്ടയായും കാവലായും കൂടെ ഇരുന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, പുതിയ ഒരു വർഷത്തിലേക്ക് നിന്റെ മക്കൾ പ്രവേശിക്കുമ്പോൾ അവരുടെ വ്യക്തി ജീവിതങ്ങൾ, അവരുടെ കുടുംബജീവിതങ്ങൾ, അവരുടെ പ്രവർത്തന മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടിരുപ്പാൻ ദൈവമേ അങ്ങ് കൃപയരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിൻ്റെ ധാരാളമായ കൃപ നിൻ്റെ മക്കളുടെ മേൽ ചൊരിയപ്പെട്ട് കർത്താവ് ഈ ലോകത്തിൽ സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാത്തക്കോണമുള്ള കർത്താവ് ഒരു ഉറച്ച വിശ്വാസം തങ്ങളുടെ ജീവിതത്തെ കൈമുതലാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആവശ്യങ്ങളൊക്കെ ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തണം. എല്ലാ ദൈവിക നന്മകളോടും അനുഗ്രഹങ്ങളോടും ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷിക സ്തോത്രം ആചരിച്ചവർക്കും സഭയുടെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും ധന്യവും അനുഗ്രഹമുള്ളതാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ആരാധനയിൽ ഉടനീളം വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കുമായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ അനുദിനം ദൈവിക പ്രകാശത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പാടുന്നത് പോലെ നിന്റെ സ്നേഹത്തോടെ ഞങ്ങളെ വിട്ടയക്കണം. ഈ ലോകത്തിൽ കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സ്നേഹം മറ്റുള്ളവർക്കും പകർന്നു നൽകുന്ന ദൗത്യ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ദൈവമേ നിന്റെ സ്നേഹത്തെ വിളിച്ചോതുന്ന അനുഭവങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം പോലും കർത്താവെ അങ്ങേ മറന്ന് ജീവിക്കുവാനോ അങ്ങയിൽ നിന്ന് അകന്ന് ജീവിക്കുവാനോ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിനം ദൈവത്തോടടുത്ത് ദൈവത്തിൻ്റെ ആ പ്രകാശ വലയത്തിനുള്ളിൽ കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുദിനമുള്ള ഞങ്ങളുടെ സുവിശേഷ കേൾവി കർത്താവെ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും ഇപ്പോഴും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ആ ദൈവിക ദാനമാകുന്ന ഉത്തരവാദിത്വങ്ങളിൽ കർത്താവെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാനും കർത്താവെ ഞങ്ങളുടെ മുൻ തലമുറയെ കരുതുവാനും സ്നേഹിപ്പാനും പരിപാലിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഞങ്ങളെ വഴി നടത്തിയാട്ട് പ്രാർത്ഥന വന്നുപോയ എല്ലാ കുറവുകളെയും ക്ഷമിക്കണം. പ്രാർത്ഥിപ്പാൻ കടമിട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും വ്യക്തികളെയും ദൈവമേ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ കൂടി വരുന്നവരെയും ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ പരിപാലിച്ച് അനുഗ്രഹിക്കണം. രോഗങ്ങളിലൊക്കെ മധ്യം ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമേ സുരക്ഷിതരായി ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സകലാബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം കാവൽ നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധാരാധനയിൽ വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഈ ആരാധനയുടെ ഭാഗമായി തീർന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒന്ന് രണ്ട് അറിയിപ്പുകൾ നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ സൺഡേ സ്കൂളിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ നടത്തപ്പെട്ടുവല്ലോ. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഈ അർദ്ധവാർഷിക പരീക്ഷയിൽ പങ്കുചേർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ചേർന്നവർ അവരുടെ മാർക്കുകൾ പരീക്ഷ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവരുടെ ഫോണുകളിൽ വരുന്ന ആ മാർക്കുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും അതുപോലെ ദൈവവചനത്തിലുള്ള അവരുടെ അറിവുകൾ പരിശോധിച്ച് മനസ്സിലാക്കുന്നതിനും അത് മുഖാന്തരമായി തീരും. അതുകൊണ്ട് ഇതിൽ പങ്കുചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരെ ഒരുക്കിയ മാതാപിതാക്കളെയും അധ്യാപകരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. വരുന്ന ആളുകൾ കൂടുതൽ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ നമ്മുടെ സൺഡേ സ്കൂൾ പഠനങ്ങളിൽ കുഞ്ഞുങ്ങൾ ഭാഗമായി തീരണമേ എന്ന് പ്രാർത്ഥനാപൂർവം ഓർമ്മിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ ഒക്ടോബർ മാസം 10-ാം തീയതി നമ്മുടെ കൺഫർമേഷൻ ശുശ്രൂഷ നടത്തപ്പെടുകയാണല്ലോ.
എന്ന ദിവസം ആരാധനയോട് ചേർന്ന് രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയാണ് സ്ഥിരീകരണ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. മധ്യകേരള മഹായിടവക അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അന്ന ദിവസം നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ഈ ദിവസങ്ങളിൽ സഭാജനങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തപ്പെടുന്നതാണ്. മുൻകൂട്ടി തന്നെ ആ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പുകൾ നൽകിയിരുന്നു. നന്നായി പഠിച്ച് ഒരുങ്ങി ഈ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും അവരുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ഈ കോവിഡിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ സുരക്ഷിതരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.